വിനീത് ശ്രീനിവാസൻ ആളുടെ നെക്സ്റ്റ് ഡിറക്ടോറിയൽ കരം കണ്ടുവന്നിരിക്കുകയാണ്. ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര. അത് മാത്രം മതി അങ്ങേര് ആരാണ്, അങ്ങേരെ ക്വാളിറ്റി എന്താണെന്നൊക്കെ തെളിയിക്കാൻ. എന്തൊക്കെ ചെന്നൈ പാസം പറഞ്ഞാലും എന്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. അങ്ങേരെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അങ്ങേര് ഡയറക്ട് ചെയ്ത സിനിമകൾ. അതുകൊണ്ടാണല്ലോ പോയി കണ്ടത്. എന്നാൽ അതുകൊണ്ടല്ല പോയി കണ്ടത്. ദേ കോൾ ഹിം ഓജി. നമ്മുടെ പവൻ കല്യാൺ ഗാരുവിന്റെ പടം കാണാൻ പോയതാണ്. പക്ഷെ ഇവിടെ അടുത്തുള്ള തിയേറ്ററിലും പരിപാടിയിലൊന്നും അതില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് കയറാണ്. എന്തായാലും അപരാധം ആയിരിക്കില്ല, 100% കട്ടായം. സോ ഈ സിനിമയില് നോബൽ ബാബു തോമസ്, നമ്മുടെ ഫിലിപ്സ് സിനിമയിലെ നായകനാണ് ഈ സിനിമയിൽ ഹീറോ ആയിട്ടും അതേപോലെ തന്നെ ഇതിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. ആളൊരു മിലിറ്ററി ഓഫീസറാണ്. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ സീരിയസ് മോഡിലോട്ടാണ് പടം പോണത്. ലൈഫ് ഈസ് ദ ബിഗ്ഗസ്റ്റ് റോളർ കോസ്റ്റർ. അതാണ് ഈ സിനിമയുടെ സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ട്. ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാവും. ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും വലിയ ട്രോമ ഉണ്ടാവുന്നത്. ഷോക്ക് ഉണ്ടാവും, സർപ്രൈസ് ഉണ്ടാവും, ത്രില്ല് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് നായകന്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറഞ്ഞു. ഇതിൽ ഞാൻ പറഞ്ഞില്ല, നായകൻ ഒരു മിലിറ്ററി ഓഫീസറാണ് പറഞ്ഞു. അപ്പൊ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിൽ ആകെ 1.5 ഫൈറ്റ് സീക്വൻസ് എന്തോ ഉണ്ട്. ഇതിന്റെ പ്ലോട്ട് പറയുമ്പോൾ നമ്മുടെ വിദ്യുത് ജാമാലിന്റെ ഖുദാ ഹഫീസിന്റെ ഓൾമോസ്റ്റ് സിമിലർ പ്ലോട്ടാണ്. പക്ഷെ ഫൈറ്റ് സീക്വൻസ് ഇല്ല. പിന്നെ ലനാർക്കോയിൽ പോയിട്ട് ആ സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിത്ത് ഒരു മ്യൂസിക് പരിപാടി ഉണ്ട്. അത് കിടുവായിരുന്നു. അത് മാത്രമായിരുന്നു ഇതിൽ മ്യൂസിക് വർക്ക് കുറച്ച് കൊള്ളാന്ന് തോന്നിയത്. ബാക്കി ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന പടത്തിന് ലോക്കൽ മ്യൂസിക് വർക്ക് ആയ പോലെ ഉണ്ടായിരുന്നു. ഒട്ടും എലവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു ത്രില്ല് അടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ മാക്സിമം എലവേറ്റ് ചെയ്യിപ്പിക്കാൻ മ്യൂസിക് തന്നെ വേണം. അത് ഈ സിനിമയിൽ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ തട്ടിക്കൂട്ട് പരിപാടി പോലെ തോന്നി. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആ വിടാമുയർച്ചി. വിടാമുയർച്ചി സിനിമയെ പറ്റിയിട്ട് രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും അതിലെ കാർ സീക്വൻസിലൊക്കെ അനിരുദ്ധ് പണി വെച്ച പണ്ണലുണ്ട്. അതൊക്കെ വൻ കിഡുസാണ് വരുന്നത്. ഇവാൻ ആശാൻ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന ഇവാൻ ആശാനാണ് ഇതിൽ വില്ലൻ. കൊടൂര വില്ലനായിട്ടാണ് അങ്ങേര് വരുന്നത്. അങ്ങേര് വന്നിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ഹാഫത്തെ സീനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയപ്പോ അങ്ങേര് ഒരു ഡമ്മി പീസ് പോലെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ല അങ്ങേർക്കും ചെയ്യാനൊന്നും. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഇമോഷൻസ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്, ത്രില്ല് ഉണ്ട്, ലാഗ് ഉണ്ട്. ജിത്തു ജോസഫിന്റെ ലോ ഓഫ് ഫിലിം മേക്കിംഗ് പ്രകാരം ലാഗ് ഒരു സിനിമയുടെ എസെൻഷ്യൽ പാർട്ടാണ്. സ്റ്റിൽ എനിക്ക് ലാഗും സ്ലോ പേസ്ഡ് പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഇഷ്ടമായി. ഇല്ലെങ്കിൽ എന്റെ ബോഡി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റിയാക്ഷൻ തരും, കോട്ടുവായി ഇടാൻ തുടങ്ങും. ഫസ്റ്റ് ഹാഫ് പോയതുപോലും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ സെക്കൻഡ് ഹാഫില് ഞാൻ ഇഷ്ടംപോലെ തവണ കോട്ടുവായിട്ടുണ്ട്, വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ 6 മിനിറ്റ് എന്തോ പടം ഉള്ളെങ്കിലും വലിച്ചു നീട്ടേണ്ട അത്ര സെക്കൻഡ് ഹാഫ് വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഇവാൻ ആശാൻ ഒന്നും പെർഫോം ചെയ്യാനില്ല. അതേപോലെ തന്നെ നായകന് ഫൈറ്റ് സീക്വൻസ് പരിപാടിയൊന്നുമില്ല. സെക്കൻഡ് ഹാഫിന് പിന്നെയും എനിക്ക് ഇഷ്ടപ്പെട്ട് ബാബുരാജിന് കുറച്ച് കോമഡീസും കലാഭവൻ ഷാജോന്റെ പെർഫോമൻസാണ്. വേറെ ഒന്നുമില്ല സെക്കൻഡ് ഹാഫില്. എനിക്ക് ഭയങ്കര ആവറേജ് വെരി ആവറേജ് ആയിട്ടൊരു പടം. വേണമെങ്കിൽ ഒരു ഡീസന്റ് വാച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാതെ അപരാധം ഞാൻ പറയുന്നില്ല, വൻ കിടു പടം എന്നും പറയുന്നില്ല. ത്രില്ലിങ് എലമെന്റ്സ് വളരെ കുറവാണ് ഈ സിനിമയിൽ. ഇതിപ്പോ ഞാൻ പറയാം, നോബൽ ആ ആള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്രണവ് മോഹൻലാൽ അത്യാവശ്യം ബോഡിയൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഒരു മിഷനൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന വെച്ചാൽ കിടുവായനെ. അതൊന്നും കൂടി പീപ്പിൾ അക്സെപ്റ്റൻസ് നേടിയേനെ. ഇതിപ്പോ നോബൽ ആ ആക്ടറെ വെച്ച് മാർക്കറ്റ് ചെയ്ത് എത്രത്തോളം ആൾക്കാരിൽ സ്വീകരിക്കും അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാർ കാണാൻ പോകുന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല. ഞാൻ പോയപ്പോൾ ഏകദേശം 10 പേര് എന്തോ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇഫ് ഇറ്റ് വാസ് പ്രണവ് മോഹൻലാൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ഈവൻ ബെറ്റർ. ഞാൻ പറയാം, മ്യൂസിക് വർക്ക് ഇത്ര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. ഫൈറ്റ് സീക്വൻസ് ഇല്ലാത്ത ഇതിലത്തെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. ത്രില്ല് അടിപ്പിക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല. സ്റ്റിൽ അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഫസ്റ്റ് ഹാഫ് ഉള്ള ഒരു പടം. ആ ലെനാർക്കോയിൽ പോയിട്ടുള്ള ആ പോർഷൻസിലെ മ്യൂസിക് വർക്കും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ പറയില്ല, ഇവാൻ ആശാൻ ഫസ്റ്റ് വരുന്ന സമയത്ത് കുറച്ച് കൊടൂരതയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പിന്നെ സെക്കൻഡ് ഹാഫ് ഒന്നുമില്ലാത്ത വലിച്ചു നീട്ടി. വായിൽ ബോംബിട്ട് വെച്ചാലും രക്ഷപ്പെടും, പിന്നെയും വായിൽ ബോംബിട്ട് വെച്ചാലും രക്ഷപ്പെടും. ലാസ്റ്റ് ഏറ്റവും അവസാനം പോയി കൊല്ലും. അതിൽ വേറൊരു സീന് ഇമോഷണൽ ഒക്കെ കണക്ട് ചെയ്തിട്ട് വലിയ പരിപാടിയൊന്നും തോന്നിയില്ല. സോ വേണ്ടവർ കണ്ടു നോക്കാൻ. ഞാൻ പേഴ്സണലി പറയുന്നത് എന്റെ കാര്യങ്ങളാണ്. എനിക്ക് ഇഷ്ടമായോ എനിക്ക് ഇഷ്ടമായില്ലേ, അതിനർത്ഥം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നല്ല. സോ ട്രൈ ഇറ്റ് ആൻഡ്